ബർമിംഗ്ഹാമിലെ എഗ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്നലെ ബ്രാഡൻ കാർസന്റെ ക്യാച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നടന്നു കയറിയത് ചരിത്രത്തിലേക്കാണ്. ഇതിനു മുമ്പും ഇന്ത്യ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് മത്സരങ്ങളും പരമ്പരകളും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ എഗ്ബാസ്റ്റന്റെ പിച്ച് കീഴടക്കാൻ നാളിതുവരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സാധിച്ചിരുന്നില്ല. ക്രിക്കറ്റ് ചരിത്രത്തിൽ എഗ്ബാസ്റ്റണിൽ ഇതുവരെ ഇന്ത്യക്ക് നേടാനായത് ഒരു സമനില മാത്രമാണ് എന്നറിയുമ്പോഴാണ് ഈ വിജയം എത്രത്തോളം മഹത്തരമാണ് എന്ന് മനസ്സിലാവുന്നത്. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം ഏതുമില്ലാതെ ബാറ്റ് വീശിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, തീയുണ്ട കണക്കെയുള്ള പേസറുകൾ കൊണ്ട് ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരെ കൂടാരം കയറ്റിയ മുഹമ്മദ് സിറാജ്, യുവപ്രതിഭ ആകാശദീപ്, ഓൾറൗണ്ടറായി തിളങ്ങിയ രവീന്ദ്ര ജഡേജ. ഈ വിജയം ഇന്ത്യക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായി മാറിയിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ. അത്ര അനായാസമായാണ് അയാൾ ബാറ്റ് വീശുന്നത്. ബർമിംഗ്ഹാമിൽ ഒന്നാം ഇന്നിംഗ്സിൽ ഡബിൾ സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയും ഗില്ലിന്റെ ബാറ്റിൽ നിന്നും പിറന്നു. വീരോചിതമായിരുന്നു ഇന്ത്യയുടെ ബർമിംഗ്ഹാമിലെ വിജയം. ഒരു ചരിത്ര സംഭവത്തിന്റെ എല്ലാ മേമ്പൊടികളും എഗ്ബാസ്റ്റൺ ടെസ്റ്റിനുണ്ടായിരുന്നു. പരമ്പരയിലെ ഇനിയുള്ള മത്സരങ്ങളിലെ വിധി എന്തു തന്നെയായാലും ഇന്ത്യക്ക് ഇതുവരെ വിജയിച്ചിട്ടില്ലാത്ത എഗ്ബാസ്റ്റണിലെ വിജയം എന്നും ഓർമ്മിക്കപ്പെടും. അത്രമാത്രം മതി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് സന്തോഷിക്കാൻ. ഗാലറിയിൽ ഉയർന്ന ഹിസ്റ്ററി എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഇതിനെ അടിവരയിടുന്നതാണ്. ആശംസകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.